ശാശ്വതികാനന്ദയുടെ നെറ്റിയിലുള്ള പാടും മൃതദേഹം കിടന്ന സ്ഥലവും മരണം കൊലപാതകമാണെന്നതിന്റെ ശക്തമായ സൂചനയാണെന്ന് സ്വാമി പ്രകാശാനന്ദ പറഞ്ഞു. ഇടിക്കട്ട കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് തന്റെ അനുമാനമെന്നും പ്രകാശാനന്ദ പറയുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തിന് ഒരു ഒരു വ്യത്യാസമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ഇത്രയും വൃത്തത്തിൽ രക്തം തടിച്ച് തടിച്ച് കിടപ്പുണ്ട്. വാസ്തവത്തിൽ ഞാനതിപ്പോൾ പറഞ്ഞാൽ ആരെങ്കിലും ഇടികെട്ടൊക്കെ ഇടിച്ച് അതോടുകൂടി ബോധം കെട്ട കാറ്റിൽ വീണ് ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാമി ശാശ്വതികാനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും സംഭവം കൊലപാതകമാണെന്ന തന്റെ വിശ്വാസത്തിന് ബലമേകുന്നതാണ്. അദ്ദേഹം ആറ്റിൽ കുളിക്കാൻ ഇറങ്ങിപ്പോയ ആള് പിന്നെ ശവം പോലും കാണാതെ ആളുകൾ മുങ്ങി തപ്പി മതിൽക്കെട്ടിൻ്റെ അടുവിൽ ഇരുന്ന ഒരു കല്ലിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുക്കുകയായിരുന്നു. തനിക്കറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാൻ തയ്യാറാണെന്നും സ്വാമി പ്രകാശാനന്ദ പറഞ്ഞു. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ആദ്യമായിട്ടാണ് ശിവഗിരി മഠാധിപതി വെളിപ്പെടുത്തുന്നത്. മീഡിയ 1 കോഴിക്കോട്.